ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 33 ഏർണിംഗ്സ് പെർ ഷെയറിൻ്റെ സെക്കൻഡ് സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ചെയ്തു. ഈ ബേസിക് EPSൻ്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് അല്ലേ. അപ്പോൾ അതാണ് ബേസിക് EPSൻ്റെ ഫോർമുല. ഇത് നമ്മൾ കുറച്ച് ഇല്ലസ്ട്രേഷൻ കൂടി നോക്കാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഓൺ 1st April 2018 എ കമ്പനി ഹാസ് 2000 ഓർഡിനറി shares of rupees 10 each outstanding. On 31st August 2018, it issued 600 ordinary shares for cash. On 31st January 2019, it bought back 300 shares. നമ്മൾ കഴിഞ്ഞ ഇല്ലസ്ട്രേഷനൊക്കെ ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ. 10,000 4 lakh എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആയിരുന്നു. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഷെയർസ് ഇരിക്കുമോ? ഇല്ല. ഒരു കമ്പനി ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യും, ചിലപ്പോൾ ബൈ ബാക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഷെയർസിൻ്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഈ എക്സാമ്പിൾ, ഈ ഒരു ഇല്ലസ്ട്രേഷനിൽ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ ഓപ്പണിങ്ങിൽ 2000 ഓർഡിനറി ഷെയർസ് ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 2018 ആയപ്പോൾ ഒരു 600 ഷെയർസ് ഇഷ്യൂ ചെയ്തു. 31st January 2019 ആയപ്പോൾ ഒരു 300 ഷെയർസ് ബൈ ബാക്ക് ചെയ്തു. അപ്പോൾ ഷെയർസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ച് നമ്മൾക്ക് ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണല്ലോ നമ്മുടെ ഡിനോമിനേറ്റർ പറയുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് ഇതിനും ഓരോ വെയ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ആ വെയ്റ്റ് എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഇല്ലസ്ട്രേഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങിൽ 2000 ഷെയർസ് ഉണ്ടായിരുന്നു. വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റാണ്, എന്നാണ് എത്ര നാളാണ് ആ ഷെയർസ് കമ്പനിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു വെയ്റ്റ് വെച്ചാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2000 ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1st April 2018, അതായത് ആ ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് എന്ന് വരെയുണ്ട്. 31st March 2019 വരെ ഉണ്ടാവും. അതായത് 12 മാസമുണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2000 × 12/12. ഇനി 600 ഷെയർസ് ഇഷ്യൂ ചെയ്തു. എന്ന് ഇഷ്യൂ ചെയ്തു 31st August 2018. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ March 2019 ആണല്ലേ. അപ്പോൾ ഓഗസ്റ്റ് 31st പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തത് 600 ഓർഡിനറി ഷെയർസ്. അപ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, എത്ര മാസം? 7 മാസം അല്ലേ. അപ്പോൾ 7 മാസം കമ്പനിയുടെ ഉള്ളിൽ ഈ 600 ഷെയർസ് ഉണ്ടായിരുന്നു. അപ്പോൾ 600ൻ്റെ വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ 600 × 7/12. ഇനി ജനുവരി 31st എന്ത് സംഭവിച്ചു? 300 ഷെയർസ് ബൈ ബാക്ക് ചെയ്തു കമ്പനി അല്ലേ. അപ്പോൾ 31st January എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസം ഉണ്ടാവും? ജനുവരി 31st, അതായത് ഫെബ്രുവരി, മാർച്ച്, ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31st വരെ. അപ്പോൾ 300 × 2/12. അപ്പോൾ 2000 + 600 × 7/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350. 300 × 2/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50. അപ്പോൾ 2000 + 350 - 50 = 2300 ഷെയർസ് ആണെന്ത് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31/3/2019. അപ്പോൾ നമ്മളിങ്ങനെ പല ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു കമ്പനിയിൽ ഷെയർ ഇഷ്യൂ നടക്കുന്നു, ബൈബാക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വേണം ഡിനോമിനേറ്റർ, അതായത് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ. വേറൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. Hindu Limited has 2000 ordinary shares outstanding on 1st April 2019, fully called up and paid up. Opening ഒരു 2000 ordinary shares ഉണ്ടായിരുന്നു, fully called up and paid up ആണ്. On 31st January 2019, it issued 600 ordinary shares of rupees 10 each, rupees 5 per share paid up. January 31st 600 ഓർഡിനറി ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 rupees. പക്ഷേ എത്രേ പേ ചെയ്തിട്ടുള്ളൂ? പാർട്ട്ലി പെയ്ഡപ്പാണ്, 5 രൂപ പെയ്ഡപ്പാണ്. ഇനി 5 രൂപയും കൂടി കോൾ ചെയ്യാനുണ്ട്, പേ ചെയ്യാനുണ്ട്. അപ്പോൾ 600 ഷെയർസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി പെയ്ഡപ്പാണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ആസ് ഓൺ 31st March 2019. നമ്മൾക്ക് വെയ്റ്റഡ് ആവറേജ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ആസ് ഓൺ 31st March 2019. ഇവിടെ 2000 ഷെയർസ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, ഫുൾ ഇയർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കാൻ 2000 × 12/12, അതായത് 2000 തന്നെ. ഇനി ഈ 600 ഷെയർസിൻ്റെ വെയ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ ഈക്വലൻറ്റ് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കണം. ഈ 600ൻ്റെ ഫുള്ളി പെയ്ഡ് ഈക്വലൻറ്റ് ഷെയർസ് എത്രയാണ്? 600 ÷ 10 × 5, അതായത് 60 × 5, 300 ഷെയർസ്. അപ്പോൾ 300 ഷെയർസാണ് ഫുള്ളി പെയ്ഡ് ഈക്വലൻറ്റ്
ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓഫ് 600 പാർട്ട്ലി പെയ്ഡ്. അതായത് ഈ 600 പാർട്ട്ലി പെയ്ഡ് ഓഫ് ഷെയർസിൻ്റെ ഈക്വലൻറ്റ്, ഫുള്ളി പെയ്ഡ് ഈക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ 300 അല്ലേ. 600 ഡിവൈഡഡ് ബൈ 10 × 5. ഇനി അത് എത്ര മാസം ഉണ്ടായിരുന്നു? അത് ഇഷ്യൂ ചെയ്തേക്കുന്നത് 31 ജാനുവരിയിലാണ്. അപ്പോൾ ഫെബ്രുവരി ഫുൾ മാസം ഉണ്ടാവും, മാർച്ചും ഉണ്ടാവും അല്ല. അപ്പോൾ 2 മാസം. അപ്പോൾ 300 × 2/12, അതായത് 2000 + 50. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2050 ഷെയർസാണ്. ഇനി ബോണസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ബോണസ് ഷെയർ ഇഷ്യൂ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബിഗിനിങ്ങിലാണ് നടന്നതെന്ന് അസ്യൂം ചെയ്യണം. അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് ബോണസ് ഇഷ്യൂ അസ്യൂം ചെയ്യണം? ആ ബിഗിനിങ്, ആ ഒരു പീരീഡിൻ്റെ ബിഗിനിങ്ങിലാണ് ബോണസ് ഇഷ്യൂ നടന്നതെന്നുള്ള അസംഷനിൽ വേണം നമ്മൾ ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇല്ലസ്ട്രേഷനിൽ നോക്കാം. അമൽ ലിമിറ്റഡ് ഹാഡ് 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each outstanding as on 1/1/2018. On 1/10/2018, it issued 2 equity shares for each share outstanding. Profit for the year available to equity shareholders is ₹2,40,000. Calculate EPS. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഓപ്പണിംഗ്, അമൽ ലിമിറ്റഡിൻ്റെ ഓപ്പണിംഗ് നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട്. 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each ആണ്. എന്നാണ്? January 1 ഇനി October 1, 2018 ഇറ്റ് ഇഷ്യൂഡ് 2 equity shares for each share outstanding. ഒരു ഷെയറിന് 2 ഇക്വിറ്റി ഷെയർ, 2 ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. അതായത് 1 lakh ഷെയർസിന് എത്ര ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും? 1 lakh × 2, അതായത് 2 lakh ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു കമ്പനി. ഇനി പ്രോഫിറ്റ് ഫോർ ദ ഇയർ അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഈസ് ₹2,40,000. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ബോണസ് ആണെങ്കിൽ അത് ബിഗിനിങ് ഓഫ് ദ പീരീഡിൽ നടന്നതായിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി 1 lakh + 2 lakh ബോണസ് ഷെയർസ്. ഇനി അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ കിട്ടി അല്ലേ? 1 lakh എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഷെയർസ് പ്ലസ് ബോണസ് 2 lakh. അപ്പോൾ 3 lakh ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഉണ്ട്. ഇനി ഇവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടല്ലോ, അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 2,40,000. അപ്പോൾ EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അതായത് 2,40,000 ഡിവൈഡഡ് ബൈ 3 lakh. 3 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് 1 lakhും 2 lakh ബോണസ് ഷെയർസും. ബോണസ് ഓപ്പണിംഗ് അല്ലെങ്കിൽ പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ നടന്ന പോലെ അസ്യൂം ചെയ്യണം. അപ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 3 lakh. അപ്പോൾ EPS അല്ലെങ്കിൽ ബേസിക് EPS ഈസ് ഈക്വൽ ടു ₹0.8. ഇനി റൈറ്റ് ഇഷ്യൂ നടക്കുകയാണെങ്കിൽ റൈറ്റ് ഷെയർസ് നോർമലി ഡിസ്കൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുക അല്ലേ? ഫേസ് വാല്യൂവിനേക്കാളും താഴ്ന്ന വിലയ്ക്കായിരിക്കും റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുള്ള റൈറ്റാണ്. ഓക്കെ, അവർക്ക് ആദ്യം ഓഫർ ചെയ്യണം, അവർക്കത് റിനൗൺസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ നോർമലി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫേസ് വാല്യൂവിനേക്കാളും താഴ്ന്ന വില എല്ലാവർക്കും ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ എങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി ഷെയർസ്, അതായത് റൈറ്റ് ഇഷ്യൂ നടക്കുന്നതിന് തൊട്ട് മുന്നേ എത്ര ഓർഡിനറി ഷെയർസ് ഉണ്ടായിരുന്നോ അത് മൾട്ടിപ്ലൈഡ് ബൈ റൈറ്റ് ഫാക്ടർ ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് പ്രയർ ടു റൈറ്റ് ഇഷ്യൂവിന് മുന്നേ ഉള്ള ഷെയർസിൻ്റെ എണ്ണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഡിനോമിനേറ്ററിലെ ഫിഗർ കിട്ടും. ഇനി റൈറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഫാക്ടറിന് ഒരു ഫോമുലയുണ്ട്. ഫെയർ വാല്യൂ പെർ ഷെയർ ഇമീഡിയറ്റ്ലി പ്രയർ ടു റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിന് തൊട്ട് മുന്നേ ഉള്ള ഷെയറിൻ്റെ ഫെയർ വാല്യൂ ഹോൾ ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫെയർ വാല്യൂ പെർ ഷെയർ. ഇനി തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫെയർ വാല്യൂ കാണാനും ഒരു ഫോമുലയുണ്ട്. തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫെയർ വാല്യൂ ഈസ് ഈക്വൽ ടു അഗ്രഗേറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഇമീഡിയറ്റ്ലി പ്രയർ ടു ദ എക്സസൈസ് ഓഫ് റൈറ്റ്. റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് തൊട്ട് മുന്നുള്ള അഗ്രഗേറ്റ് മാർക്കറ്റ് വാല്യൂ, അതായത് റൈറ്റ് ഇഷ്യൂവിന് മുന്നേ എത്ര ഷെയർ ഉണ്ടായിരുന്നോ മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ ഫെയർ വാല്യൂ പ്ലസ് പ്രൊസീഡ്സ് ഫ്രം എക്സസൈസ് ഓഫ് റൈറ്റ്സ്. പ്രൊസീഡ്സ് ഫ്രം എക്സസൈസ് ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റൈറ്റ് ഇഷ്യൂ നടന്നോ അതേ മൾട്ടിപ്ലൈഡ് ബൈ റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസ് ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഓൾറെഡി ഉണ്ടായിരുന്നത് പ്ലസ് റൈറ്റ് ഇഷ്യൂ, ആ ഷെയർസും കൂടി ആഡ് ചെയ്ത് വെച്ച് അതിന് വെച്ച് ഡിവൈഡ് ചെയ്യണം. നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം, അപ്പോൾ ഇത്തിരി കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഓൺ 1st January 2018, Vinduja Limited had 5 lakh shares outstanding. On 1st March 2018, it issued 1 new share for each 5 shares outstanding as right issue for ₹15 per share. The fair value of one share immediately before the right issue was ₹21. Profit for the year 2018 is 15 lakh. അപ്പോൾ വിന്ദുജ ലിമിറ്റഡിൻ്റെ 1st January ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഷെയർസ് എത്രയായിരുന്നു? 5 lakh. ഇനി 1st March 2018 വിന്ദുജ ലിമിറ്റഡ് എന്ത് ഡിസൈഡ് ചെയ്തു?
5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു റൈറ്റ് ഷെയർ അല്ലെങ്കിൽ 5 ഷെയർസിന് ഒരു റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 പെർ ഷെയർ ആണ്. ഇനി നമ്മൾക്ക് എന്താ വേണ്ട, ഫെയർ വാല്യൂ റൈറ്റ് ബിഫോർ റൈറ്റ് ഇഷ്യൂ അല്ലേ, അത് എത്ര ഇവിടെ തന്നേക്കുന്ന ₹21. ഇവിടെ പ്രോഫിറ്റും തന്നിട്ടുണ്ട് 15 lakh. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ബേസിക് EPS ഫോർ 2018. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, റൈറ്റ് ഫാക്ടർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ റൈറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാൻ എത്ര റൈറ്റ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ഷെയർ, ഒരു ഷെയർ ഫോർ 5 ഷെയർസ് ഹെൽഡ്. അപ്പോൾ 5 lakh ഡിവൈഡഡ് ബൈ 5 into 1, അപ്പോൾ എത്ര കിട്ടും, 1 lakh. അതിൻ്റെ പ്രൈസ് എത്രയാണ്, 15 പെർ ഷെയർ. അപ്പോൾ 1 lakh ഷെയർസ്, ഒരു ഷെയറിന് 15 രൂപ എന്ന നിരക്കിലാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തിയേക്കുന്നത്. നമ്മൾക്ക് തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ കാണാനുള്ള ഫോർമുല എന്താ, അതായത് അഗ്രഗേറ്റ് മാർക്കറ്റ് വാല്യൂ റൈറ്റ് ബിഫോർ ദ റൈറ്റ് ഇഷ്യൂ. അതായത് 5 lakh ഷെയർസ് ഇൻറ്റു ഫെയർ വാല്യൂ എത്രയായിരുന്നു, ബിഫോർ റൈറ്റ് ഇഷ്യൂ 21 ആയിരുന്നു. അപ്പോൾ 5 lakh ഇൻറ്റു 21 പ്ലസ് ഇനി റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൊസീഡ്സിൽ നിന്ന് കിട്ടിയ വാല്യൂ എത്ര, 15 ഇൻറ്റു 1 lakh അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ, അതായത് 6 lakh. അപ്പോൾ 12 lakh മുകളിൽ ഡിനോമിനേറ്ററും അടിയിൽ ന്യൂമറേറ്റർ 12 lakhും ഡിനോമിനേറ്റർ 6 lakhും. അപ്പോൾ 12 lakh ഡിവൈഡഡ് ബൈ 6 lakh ₹20 ആണ് നമ്മൾക്ക് എന്ത് കിട്ടുക, തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ. ഇനി റൈറ്റ് ഫാക്ടർ കാണാൻ എന്താ ഫോർമുല പറഞ്ഞത്, അതായത് ഫെയർ വാല്യൂ പ്രയർ ടു റൈറ്റ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ. തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ നമ്മൾ കണ്ടു 20. ഫെയർ വാല്യൂ ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇവിടെ തന്നിട്ടുണ്ട് 21. ഇപ്പോൾ 21 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു 1.05. ഇനി ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 15 lakh അല്ലേ. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 5 lakh അതായത് എക്സിസ്റ്റിംഗ് ഷെയർസ്, അതിൻ്റെ ഒപ്പം എന്താ മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം, 5 lakh ഇൻറ്റു 1.05. ഇനി ഈ 5 lakh ആ വർഷം ആ അക്കൗണ്ടിങ് പീരീഡിൽ എത്ര മാസം ഉണ്ടായിരുന്നു, അതായത് റൈറ്റ് ഇഷ്യൂ വരെ എത്ര മാസം ഉണ്ടായിരുന്നു, March 1 റൈറ്റ് ഇഷ്യൂ നടന്നത് അല്ലേ. അപ്പോൾ January, February 2 മാസം. അപ്പോൾ 5 lakh ഇൻറ്റു റൈറ്റ് ഫാക്ടർ ഇൻറ്റു 2/12 പ്ലസ് ടോട്ടൽ റൈറ്റ് ഇഷ്യൂ അതിനിപ്പോൾ എത്ര ഷെയറായി, 6 lakh ഷെയർസായി അല്ലേ. 6 lakh ഷെയർസ് എത്ര മാസം ഉണ്ടായിരുന്നു, 10 മാസം. ഇവിടെ 2 മാസം ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റ് ഇഷ്യൂ കഴിഞ്ഞ് പിന്നെ 10 മാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ 6 lakh ഇൻറ്റു 10/12, അപ്പോൾ 15 lakh ഡിവൈഡഡ് ബൈ 5 lakh ഇൻറ്റു 1.05 ഇൻറ്റു 2/12 പ്ലസ് 6 lakh ഇൻറ്റു 10/12. അപ്പോൾ എത്ര കിട്ടും, ബേസിക് EPS 2.55. ഇനി ഇത് റൈറ്റ് ഇഷ്യൂവിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ആദ്യം റൈറ്റ് ഇഷ്യൂവിൻ്റെ ഷെയർ വരുമ്പോൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ആദ്യം തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ കാണണം. തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ഫാക്ടർ കാണണം. തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഫെയർ പ്രൈസ് ഓഫ് ഷെയർസ് ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇൻറ്റു ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, അതായത് ഇവിടെ 21 ഇൻറ്റു 5 lakh പ്ലസ് ഷെയർ റൈറ്റ് ഇഷ്യൂ പ്ലസ് പ്രൈസ് ഓഫ് റൈറ്റ് ഇഷ്യൂ, അപ്പോൾ 15 ഇൻറ്റു 1 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഇനി റൈറ്റ് ഫാക്ടർ തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ കിട്ടിക്കാൻ നമുക്ക് റൈറ്റ് ഫാക്ടർ കാണാം. റൈറ്റ് ഫാക്ടർ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഓഫ് ഷെയർസ് പ്രയർ ടു റൈറ്റ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എക്സ് റൈറ്റ് ഫാക്ടർ. ഇതിവിടെ 21 ഡിവൈഡഡ് ബൈ 20 1.05. ഇനി നമ്മൾക്ക് നോർമൽ ഫോർമുല ഉപയോഗിച്ച് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബേസിക് EPS കിട്ടും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും ഓരോ ഷെയർസിൻ്റെ. അപ്പോൾ നിങ്ങൾ ചെയ്തു തന്നെയാണ്, ഇവിടെ ഒരു ടേബിൾ രൂപത്തിൽ തന്നിട്ടുണ്ടെന്നുള്ളൂ. ഓർഡിനറി ഷെയർസ് ഇഷ്യൂഡ് ഫോർ ക്യാഷ് ആണെങ്കിൽ ഡേറ്റ് ഉപയോഗിച്ച് ഏത് ഡേറ്റ് ഓഫ് ക്യാഷ് റിസീവബിൾ എന്താണോ റിസീവ് ചെയ്ത് അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പോകുന്ന ആ ഡേറ്റ് വെച്ച്. ഓർഡിനറി ഷെയർസ് അഗെയിൻസ്റ്റ് കൺവേർഷൻ ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ എക്സാമ്പിൾ ഡിബഞ്ചർ കൺവേർട്ട് ചെയ്തിട്ട് ഷെയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് തുടങ്ങിയാണോ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് സീസ് ആവുന്നത് ആ ഡേറ്റ് തുടങ്ങിയായിരിക്കണം എന്ത് കാണേണ്ട വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മാസം മുതൽ എത്ര മാസം വരെ ഡിവൈഡഡ് ബൈ 12 ആയിരിക്കണം വെയിറ്റ്. ഓക്കെ, അതുപോലെ ഓരോ ഇവിടെ റൈറ്റ് ഇഷ്യൂൻ്റെ വന്നിട്ടുണ്ട് അഡ്ജസ്റ്റഡ് വിത്ത് റൈറ്റ് ഫാക്ടർ. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഷെയർസിൻ്റെയും നിങ്ങൾക്ക് വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുക, ഇല്ലസ്ട്രേഷൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.